ഹായ് ഹലോ ഹാപ്പി ദീപാവലി. നമുക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്കൊന്നിവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കാരണം നമുക്ക് അധികം കറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഭയങ്കര ആഘോഷമാണ്. പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഈ റോട്ടിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ് കേട്ടോ ഈ കിടക്കുന്നത് കാണുന്നത്. പിന്നെ ഇവിടെ വീടുകളിലും കടകളിലും ഒക്കെ ലൈറ്റും ദീപമൊക്കെ കത്തിക്കും. ഭയങ്കര ആഘോഷമാണ് ഇവിടെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ കാണുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. ഇപ്പം കല്യാണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ദീപാവലി പ്രമാണിച്ച് ഇവിടെ ലൈറ്റ് ഇട്ടേക്കാണ്. പിന്നെ ഇവിടെ ഫുഡ് കൊടുക്കും കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഹാപ്പി ദീപാവലി വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ മുമ്പൊരു വീഡിയോ കാണിച്ചുള്ളൊരു അമ്പലം അങ്ങോട്ട് പോവാം. കാരണം അവിടെ ഈ ദീപം ഒഴുക്കും വെള്ളത്തിൽ. ഈ പുറത്ത് പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. കാരണം ഇവിടെ ആഘോഷം ഇനി 24-ാം തീയതി വരെ ഇവിടെ ആഘോഷമാണ്. ആ അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു അമ്പലമാണ് കേട്ടോ. കാരണം ഞാൻ UP വന്നിട്ട് ഇതുവരെ തെങ്ങൊന്നും കണ്ടിട്ടില്ല. ഈ അമ്പലത്തിൻ്റെ അകത്ത് തെങ്ങ് അങ്ങനെയുള്ള കുറേ മരങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല മൈൻഡൊക്കെ ഫ്രീ ആവും കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ കൈവരിയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ദീപാവലി പ്രമാണിച്ച് കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പണിയൊക്കെ തീർത്ത് ഏകദേശം. ഇവിടെ വന്ന ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇരിക്കാറുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കും. ഇവിടെ ദീപം കണ്ടോ ഒഴുക്കിയിട്ടുള്ളത് വെള്ളത്തിൽ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറേ പേര് ദീപമൊക്കെ ഒഴുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അധികം നേരം നിന്നിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ മൊത്തം പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയെന്നതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വന്നു. ആ കാണുന്നൊക്കെ വീടായിരുന്നു കേട്ടോ. അതായത് ഇതെല്ലാം കടകളാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ കടകളിലല്ലേ പടക്കം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്. ഇവിടെ അങ്ങനെയല്ല, ഒരു മൈതാനമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മൈതാനം ഫുള്ള് പടക്കക്കടയാണ്. അവിടെ നിന്നാണ് കേട്ടോ ഈ തിരക്കാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് എല്ലാവരും പടക്കം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. ജിലേബി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ കുറേ ഉണ്ട്. ഇത് നമ്മളതായ രീതിയിൽ ചെറുതായിട്ട് നമ്മളും ആഘോഷിച്ചു കേട്ടോ ദീപാവലി. ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല, നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ആ കാണുന്ന എല്ലാ വീടുകളിലും ഒക്കെ ഇട്ടേക്കുന്ന ലൈറ്റ് ഇതൊക്കെ ഉണ്ട്, പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് 24-ാം തീയതി വരെ കാണും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾ ചെറുതായിട്ട് ഇവിടുത്തെ ഒരു ആഘോഷം കാണിച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. നിങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.